الحمد لله الحمد لله الواحد القهار العزيز الغفار مكبر الليل على النهار نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയിലും നമ്മളാൽ കഴിയും വിധം സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ
ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഏറെ പുണ്യങ്ങളുള്ള പരിശുദ്ധമായ ഒരു മാസത്തെ വളരെ താല്പര്യപൂർവം പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. പ്രിയപ്പെട്ട വിശ്വാസികളെ, പരിശുദ്ധ റമദാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു അതിഥിയായി നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സന്ദർഭമാണ്. കേവലം വെറുമൊരു അതിഥിയല്ല, മറിച്ച് നമുക്ക് ഒരുപാട് സമ്മാനങ്ങളുമായി കൊണ്ടാണ് റമദാൻ എന്ന അതിഥി കടന്നു വരുന്നത്. അതിലൊരു രാത്രി റമദാൻ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദർ എന്ന് നമ്മൾ അതിനെ പേരിട്ട് വിളിക്കുന്ന, ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവനും ഇബാദത്ത് ചെയ്താൽ ലഭിക്കുന്ന അത്രയും ശ്രേഷ്ഠകരമായ ഒരു രാത്രി നമുക്ക് റമദാൻ സമ്മാനിക്കുന്നു. ആ അതിഥിയുടെ കയ്യിൽ പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമായിക്കൊണ്ടാണ് റമദാൻ നമ്മിലേക്ക് കടന്നു വരുന്നത്. തന്നെയുമല്ല, നരകവാതിലുകൾ അടക്കപ്പെടുന്ന, സ്വർഗവാതിലുകൾ തുറക്കപ്പെടുന്ന, മനുഷ്യനെ തെറ്റു ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പിശാചുക്കളെ മുഴുവനും ബന്ധിക്കുന്ന ഒരു മാസമായിക്കൊണ്ടാണ് റമദാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇദാ ജാഅ റമദാൻ ഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകളെല്ലാം തുറക്കപ്പെടുന്ന മാസമാണ് റമദാൻ. വഗുല്ലിഖത് അബ്വാബുൻ നാർ, നരക കവാടങ്ങൾ അടക്കപ്പെടുകയും ചെയ്യും. വസുഫിദത്തി ശയാത്തീൻ, പിശാചുക്കൾ ബന്ധിതരാകുകയും ചെയ്യും. ഇത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷവും പ്രതീക്ഷയും നൽകുന്ന വാക്കുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ നമ്മോട് പറഞ്ഞത്, അതാക്കും ഷഹ്റു റമദാൻ ഷഹ്റുൻ മുബാറക് ഫറദല്ലാഹു അലൈക്കും സിയാമഹു തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം. അവിടുന്ന് പറയുകയാണ്, നിങ്ങളിലേക്ക് ഇതാ അനുഗ്രഹീതമായ ഒരു മാസം വന്നെത്തിയിരിക്കുന്നു. ആ മാസത്തിലെ നോമ്പ് അള്ളാഹു നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു. ആ മാസത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമാണത്. തന്നെയുമല്ല, മനുഷ്യനെ പിഴപ്പിക്കുന്ന പിശാചുക്കളെ ബന്ധിതമാക്കുകയും നരകത്തിന്റെ കവാടങ്ങൾ പൂർണ്ണമായി കൊട്ടിയടക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മാസമാണത്. അതിനാൽ നിങ്ങളത് പരമാവധി പ്രയോജനപ്പെടുത്തണേ എന്ന് നമ്മളോട് ഏറെ സ്നേഹമുള്ള നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ആ നോമ്പിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് ഞാനും നിങ്ങളുമെല്ലാം. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന നമുക്കേറെ പ്രിയമുള്ള, നമ്മൾ ആഗ്രഹത്തോടുകൂടി കാത്തിരിക്കുന്ന ഒരു അതിഥിയാണ്. അതുകൊണ്ട് തന്നെ ആ അതിഥിയെ അതിൻ്റെ എല്ലാവിധ മാന്യതയോടുകൂടിയും സ്വീകരിക്കാൻ നമ്മുടെ മനസ്സുകൾ നമ്മൾ തയ്യാറാക്കണം എന്നുള്ളതാണ്. നോമ്പിനെ സംബന്ധിച്ചറിയാം, നമ്മൾ മനസ്സിലാക്കിയതാണ്, കേവലം നമുക്ക് മാത്രമുള്ള ഒരു നിയമമായി കൊണ്ടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. മറിച്ച് നമ്മുടെ മുൻഗാമികളായ കഴിഞ്ഞുപോയ തലമുറയിൽപ്പെട്ട ആളുകൾക്കും ഈ നോമ്പ് നിർബന്ധമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിലൂടെ
ഞാൻ ആമുഖമായി നിങ്ങളെ കേൾപ്പിച്ച ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത് അതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ. നോക്കണം, റബ്ബിന്റെ വാക്കുകൾ എന്തൊരു സ്നേഹത്തോടു കൂടിയാണ് തന്റെ അടിമകളെ വിളിക്കുന്നത്. ഈമാനുള്ളവർ, അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്നവരായ ആളുകൾ അവന്റെ പ്രവാചകന്റെ ജീവിതശൈലികൾ തന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു എന്ന് പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരായ ആളുകളെ റബ്ബ് സ്നേഹത്തോടു കൂടി വിളിക്കുന്ന വാക്കാണ് ഈമാനുള്ളവരെ, മുഅ്മിനീങ്ങളെ എന്ന്. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, കുതിബ അലൈക്കുമുസ് സിയാം, നോമ്പ് നിങ്ങളുടെ മേൽ നിയമമാക്കപ്പെട്ടിരിക്കുന്നു. ഏതുപോലെ? കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്ക് നിയമമാക്കപ്പെട്ടിരുന്നത് പോലെ തന്നെയാണ് നിങ്ങൾക്കും അത് നിർബന്ധമാക്കിയിട്ടുള്ളത്. എന്തിനാണ് നോമ്പ് എന്നൊരു സംഗതി, ഒരു ഇബാദത്ത് നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരുന്നതിന് വേണ്ടി, അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ അചഞ്ചലമായി അടിയുറച്ചു നിൽക്കുന്നതിന് വേണ്ടി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തഖ്വ അത് ജീവിതത്തിന്റെ ഒരു ഭാഗമായിരിക്കണം. എന്താണ് തഖ്വ എന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ, അതുപോലെയുള്ള മഹാന്മാരായ സഹാബത്തിനോട് ചോദിച്ചപ്പോ അവർ പറഞ്ഞത്, കല്ലുകളും മുള്ളുകളും നിറഞ്ഞ ഒരു വഴിയിലൂടെ നീ എത്രമാത്രം അപകടങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് ജാഗരൂകനായിക്കൊണ്ട് നിന്റെ കാൽപാദങ്ങളെ മുന്നോട്ട് വെക്കുന്നുവോ, ആ രൂപത്തിൽ തന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും ഓരോ ഇഞ്ചിലും തന്റെ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പ്രവർത്തനമാണ് തഖ്വ എന്നുള്ളത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ തഖ്വയുള്ളവരായി തീരുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത്. എന്നിട്ട് റബ്ബ് അതിന്റെ ചില ആശ്വാസവാക്കുകൾ പറയുകയാണ്. അയ്യാമൻ മഅദൂദാത്ത്, കേവലം ദിവസങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ആ നോമ്പ് ഞാൻ നിർബന്ധമാക്കിയിട്ടുള്ളൂ. ഏതാനും ദിവസങ്ങൾ മാത്രം. നമുക്കറിയാം, ഒരു മാസമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധ നോമ്പ് നമുക്ക് നിയമമാക്കിയിട്ടുള്ളത്. ആ മാസങ്ങളിൽ നമ്മൾ നോമ്പ് നോൽക്കണം എന്നുള്ളത് കൊണ്ടാണ് അല്ലാഹു അത് പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഫമൻ കാന മിൻകും മരീദ, മനുഷ്യനാണല്ലോ, ഏതെങ്കിലും തരത്തിൽ രോഗാവസ്ഥയിലായി കഴിഞ്ഞാൽ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും രോഗിയായാൽ ആ മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഔ അലാ സഫരിൻ, അല്ലെങ്കിൽ അത്യാവശ്യമായി നിങ്ങൾക്കൊരു ദൂരയാത്ര പോകേണ്ടതുണ്ട്, ശാരീരികമായും മാനസികമായും ഒക്കെ പീഡനങ്ങൾ ഏൽക്കുന്ന ഒരു വിഷയമാണ് യാത്ര എന്നുള്ളത്. എങ്ങനെയാലും മനുഷ്യനെ ക്ഷീണിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണല്ലോ യാത്ര. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, അസ്സഫറതു ഖുത്അത്തുൻ മിനൽ അദാബ്, യാത്ര എന്ന് പറഞ്ഞാൽ അത് ശിക്ഷയുടെ ഒരു കഷ്ണമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ടാണ് മനുഷ്യന് പ്രയാസമുണ്ടാകും, അവന്റെ ഉറക്കത്തെ അത് ബാധിക്കും, അതുപോലെ തന്നെ ഭക്ഷണത്തെയും വെള്ളത്തെയും ഒക്കെ അത് സാരമായി ബാധിക്കുന്നതാണ്. കയ്യിൽ കാശുണ്ടായാലും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ അതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. നമ്മുടെ ഉറക്കത്തെ അത് ബാധിക്കുന്നതാണ്. മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന തരത്തിലുള്ള ആ ഒരു അവസ്ഥ അതാകുന്നു യാത്ര. ആ യാത്രയിൽ നിങ്ങൾ ആയിക്കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് റമദാൻ മാസത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ, ആ യാത്ര എത്ര കാലമാണോ നിൽക്കുന്നത്, ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നതാണെങ്കിൽ നിങ്ങൾ ആ ദിവസങ്ങളെ എണ്ണി നോക്കുക. എത്രയാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് നോമ്പ് നോൽക്കാൻ പ്രയാസമായിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് നോമ്പ് ഒഴിവാക്കാനുള്ള ഇളവുണ്ട്. പക്ഷേ ആ റമദാൻ കഴിഞ്ഞ് നിങ്ങളുടെ യാത്രയും അവസാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് അത് നിങ്ങൾ നോക്കി വീട്ടിയാൽ മതി. നോക്കുക, റബ്ബ് നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹമാണിത്. റബ്ബിന്റെ വാത്സല്യവും കാരുണ്യവുമാണ്. യാത്രയിൽ പ്രയാസപ്പെട്ടുകൊണ്ട് നോമ്പ് നോൽക്കണമെന്നല്ല അള്ളാഹു നമ്മോട് പറയുന്നത്. നിങ്ങൾക്ക് ഇളവുണ്ട്, അത് നിങ്ങൾ നഷ്ടപ്പെട്ട നോമ്പ് പിന്നീട് നോറ്റ് വീട്ടിയാൽ മതി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വഅലല്ലദീന യുതീഖൂനഹു,
ഇനി പ്രായാധിക്യമുള്ള ഒരാളാണ്, പ്രയാസമുണ്ട് ജീവിതത്തിൽ, അല്ലെങ്കിൽ മാറാ രോഗിയാണ്, തന്റെ രോഗം മാറുമെന്നുള്ള പ്രതീക്ഷയില്ലാത്ത ഒരു മനുഷ്യനാണോ, അവൻ നോമ്പനുഷ്ഠിക്കേണ്ടതില്ല. ഫിദിയത്തുൻ തുആമു മിസ്കീൻ, അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു മാർഗം, ഒരു പോംവഴി നമ്മുടെ മുമ്പിൽ വെച്ച് തന്നിരിക്കുകയാണ്. എന്താണത്? ഫിദിയത്തുൻ, നിങ്ങൾ അതിന് ഫിദിയ നൽകിയാൽ മതി. എത്ര നോമ്പുകളാണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, ആ നോമ്പുകളുടെ എണ്ണം കണക്കാക്കിക്കൊണ്ട് അതിന് നിങ്ങൾ ഫിദിയ നൽകണം. എന്താണത്? ഒരു സാധുവിനുള്ള ഭക്ഷണമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുആമു മിസ്കീൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്. അതിന്റെ കണക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അരസ്വാ ആണ്. പണ്ഡിതന്മാർ അതിന്റെ വിശദീകരണമായി കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത് അരസ്വാ ആണ് ഫിദിയായി കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഒരു സ്വാ എന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 കിലോ ആയിക്കൊണ്ടാണ് അത് വരിക. അതിന്റെ പകുതി അരസ്വാ ആണ് നമ്മൾ ഒരു സാധുവിന് ഭക്ഷണമായി കൊണ്ട് നൽകേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഫിദിയത്തുൻ തുആമു മിസ്കീൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മശാലികളായ പണ്ഡിതന്മാർ, അതുപോലെ തന്നെ സഹാബത്തിന്റെ മില്ലത്ത് ഉദ്ധരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് അനസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ വാർദ്ധക്യകാലത്ത് അദ്ദേഹത്തിന് 2 വർഷത്തോളം നോമ്പനുഷ്ഠിക്കാൻ പ്രയാസമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാവുന്നതാണ്. ആ സമയത്ത് അദ്ദേഹം റമദാൻ കഴിഞ്ഞാൽ സാധുക്കളായ ആളുകളെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും അവർക്ക് ഭക്ഷണമുണ്ടാക്കി മാന്യമായ ഒരു നേരത്തെ ഭക്ഷണം നൽകുകയുമാണ് ചെയ്തിരുന്നത് എന്ന് ഹദീസിന്റെ താളുകളിൽ, കിതാബുകളിൽ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഭക്ഷണമായി കൊണ്ട് കൊടുക്കുക തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ നാട്ടിൽ നടപ്പനുസരിച്ച് ഭക്ഷണം വാങ്ങാനുള്ള പണം കൊടുക്കാം, അതേപോലെ തന്നെ അതിനുള്ള അരിയായിട്ടും അങ്ങനെയുമൊക്കെ കൊടുക്കാം, ഒന്നും വിരോധമില്ല. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. പക്ഷേ ഏറ്റവും ഉത്തമം ഭക്ഷണം പാചകം ചെയ്തുകൊണ്ട് ആ മനുഷ്യന് നൽകുക എന്നുള്ളത് തന്നെയാണ്. കേവലം ഒരു നാഴിയോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകളിലൊക്കെ മിക്കവാറും ഗ്ലാസ്സാണ് ഉപയോഗിക്കുക. ആ ഒരു കുഞ്ഞു ഗ്ലാസ്സിന് 1-2 അരിയല്ല, കറക്റ്റ് അതിന്റെ റസൂലുള്ള പഠിപ്പിച്ച സ്വാഇന്റെ ആ ഒരു അളവിലേക്ക് ഏകദേശം 2.5 കിലോ എന്നാണല്ലോ പണ്ഡിതന്മാർ അതിന്റെ വിശദീകരണം നൽകിയിട്ടുള്ളത്. അതിന്റെ പകുതി കൃത്യമായി ഉണ്ടാവണം. തന്നെയുമല്ല, വെറും ഒരു അരി കൊടുത്താൽ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വകുപ്പല്ല. അതിലേക്ക് വേണ്ടുന്ന വിഭവങ്ങള്, ഒരു കഞ്ഞി കുടിക്കുകയാണെങ്കിൽ അതിലേക്ക് കുറച്ച് ഉപ്പിടണ്ടേ. അതേപോലെ തന്നെ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് വിശാലമായ ചർച്ച ചെയ്ത മേഖല തന്നെയാണ്. അപ്പൊ കഞ്ഞിയാണെങ്കിലും അല്ലെങ്കിൽ ചോറാണെങ്കിലും അതിലേക്കുള്ള കറിയും മറ്റുള്ള സാധനങ്ങളും ഒക്കെ വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു നിലക്കുള്ള ഒരു വിഹിതം കണക്കാക്കിക്കൊണ്ട് നമ്മളത് കൊടുക്കണം എന്നുള്ളതാണ്. കാരണം ഇതൊരു ചടങ്ങല്ല, മറിച്ച് നമ്മൾ റബ്ബിനോടുള്ള ആ ഒരു നിർബന്ധ ബാധ്യതയുടെ ബദലായിക്കൊണ്ടുള്ള കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ രോഗം കാരണത്താൽ ഒരു നിലയിലും അവന് നോറ്റുകൂട്ടാൻ കഴിയുകയില്ല എന്നുള്ള അവസ്ഥയിലുള്ള ആളുകൾക്കാണ് ഫിദിയ നൽകേണ്ടത് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. എന്നാൽ നോറ്റ് വീട്ടാൻ സാധിക്കുന്ന ആളുകൾ അവർ അത് നോറ്റ് വീട്ടുക തന്നെയാണ് വേണ്ടത്. പ്രത്യേകിച്ച് ഗർഭിണികളായ സ്ത്രീകൾ, അവർ ഒരു റമദാൻ വന്നു, ഗർഭത്തിൻ്റെതായ പ്രയാസങ്ങളിലായിരുന്നു. പിന്നെ തൊട്ടടുത്ത റമദാൻ വന്നപ്പോ അതിനുള്ളിലായിക്കൊണ്ട് അവർക്ക് ആ പ്രസവവും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും കുട്ടിയുടെ പ്രശ്നങ്ങളും ഒക്കെ ആയിക്കൊണ്ട് നോറ്റ് വീട്ടാൻ സാധിച്ചിട്ടില്ല. 2ാമത്തെ റമദാൻ വന്നു, അതിന്റെ ഉള്ളിലായി നോറ്റ് വീട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ റമദാൻ കഴിഞ്ഞാൽ കുട്ടിയുടെ മുല കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നില്ല എങ്കിൽ ഈ റമദാനും മറ്റേ റമദാനിന്റെ നോമ്പ് അതിനുശേഷം നോറ്റ് വീട്ടിയാൽ മതി. എന്തായാലും നോറ്റ് വീട്ടുക തന്നെയാണ് വേണ്ടത് എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാതെ അവിടെ മുദ്ദു കൊടുക്കുക എന്നുള്ള ഒരു സംഗതിയില്ല. ഒരു നോമ്പിന്റെ മുമ്പിൽ നോറ്റ് വിട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മുദ്ദു കൊടുത്ത് ഒഴിവാകാം എന്നുള്ള ഒരു നിബന്ധന അത് ഒരിക്കലും ഇസ്ലാമികപരമായ അതിന്റെ ഇതിൽ പെട്ടതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. എത്ര നോമ്പുകളാണോ നോറ്റ് വീട്ടാനുള്ളത് അത് സാധിക്കുന്ന സന്ദർഭത്തിൽ നോറ്റ് വീട്ടുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ മാസത്തെ, പരിശുദ്ധ റമദാൻ മാസത്തെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നോമ്പിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു തന്നത് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണപാനീയങ്ങളും വികാരങ്ങളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ദീർഘമായ ഇബാദത്താണ്.
പക്ഷേ നമ്മൾ പട്ടിണി കിടക്കുന്നു, മറ്റുള്ള പ്രവർത്തനങ്ങളൊന്നും ഒഴിവാക്കുന്നില്ല, നമസ്കാരത്തിന് മെനക്കെടുന്നില്ല. അതുപോലെ തന്നെ ഫറളാക്കപ്പെട്ട അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതുപോലെ തന്നെ ഇസ്ലാമികപരമായ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഒരു മനുഷ്യൻ കേവലം പട്ടിണി കിടന്നതുകൊണ്ട് അവന്റെ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെടുകയില്ല. റസൂലുള്ളാഹി നമ്മളോട് പറഞ്ഞത് മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമൽ ബിഹി, ചീത്ത വാക്കുകളും അതിനനുസൃതമായ പ്രവർത്തനങ്ങളും ഒരു മനുഷ്യൻ ഒഴിവാക്കാൻ തയ്യാറില്ല എങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ, അല്ലാഹു വേണ്ടടോ ബിഅൻ യദഅ തആമുഹു വ ശറാബുഹു, അവന്റെ ഭക്ഷണങ്ങളും പാനീയങ്ങളും അവൻ ഒഴിവാക്കണമെന്ന് റബ്ബിനൊരു നിർബന്ധമല്ല. തൊള്ള തുറന്നാൽ തെറി പറയുക, കളവ് പറയുക, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, ഇങ്ങനെയാണ് ഒരു മനുഷ്യന്റെ റമളാനിന്റെ പകലുകൾ കഴിഞ്ഞു പോകുന്നതെങ്കിൽ അള്ളാഹുവിന് വേണ്ട അവന്റെ ആ ആരാധന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കാരണം ഇത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള മാസമാണ്. ഈ ഒരു അവസരം സഹോദരങ്ങളെ നമ്മൾ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഒരു റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഈ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി തയ്യാറാകണം എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് തൗബ ചെയ്ത് ഈ ഒരു മാസത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആളുകളോട് തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായി എല്ലാ നിലയിലും. നമ്മൾ ഹജ്ജിന് പോകുന്ന ആളൊക്കെ ചിലപ്പോ മറ്റുള്ളവരോട് പൊറുക്കലിനെ ചോദിക്കാറുണ്ട്. എല്ലാ ആരാധനകളുടെ വിഷയവും അതിങ്ങനെ തന്നെയാണ്. നമ്മൾ പിണങ്ങിയവരോട് നന്നായില്ല എങ്കിൽ നമ്മുടെ നോമ്പുകൾ, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല, നമ്മുടെ നമസ്കാരങ്ങൾ റബ്ബിന്റെ അരികിലേക്ക് ഉയർത്തപ്പെടുകയില്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോ എല്ലാ നിലയിലും മാനസികമായും ശാരീരികമായും അള്ളാഹുവിലേക്ക് പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ശുദ്ധ മനസ്സോടുകൂടി നമ്മൾ ആ പരിശുദ്ധ റമളാനിലേക്ക് അതിനെ സ്വീകരിക്കാൻ തയ്യാറാവണമെന്നാണ്. വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ ഖത്തം ചെയ്ത് തീർക്കുന്നവൻ എന്നുള്ള ആ ഒരു നിയ്യത്തോടു കൂടി നമ്മൾ ഈ റമളാനിനെ, ഈ പരിശുദ്ധ റമളാൻ ഖുർആനിന്റെ മാസമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് കൂടുതൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നത് ധാരാളമായിക്കൊണ്ട് എന്ത് തന്റെ കയ്യിൽ കിട്ടിയാലും അതൊക്കെ പാപങ്ങൾക്ക് നൽകിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സഹാബത്ത് പറയുകയാണ്, തിരുമേനിയെ പോലെ ധർമ്മിഷ്ഠനായ ഒരു മനുഷ്യനെ റമളാൻ മാസത്തിൽ ഞങ്ങൾ മറ്റൊരാളെയും കണ്ടിട്ടിരുന്നില്ല എന്ന് പറയുമ്പോൾ അത്രമാത്രം ശ്രദ്ധിക്കുമായിരുന്നു. ഈ നിലയിലൊക്കെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ സമ്പത്തിനെയും ഒക്കെ ശുചീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ട് ഈ റമളാനിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക. അങ്ങനെ അള്ളാഹു എല്ലാ നിലയിലും നോമ്പുകൾ സ്വീകരിക്കപ്പെടുന്ന സ്വാലിഹ്യങ്ങളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറുന്ന സന്ദർഭത്തിൽ അവിടുത്തെ അരികിൽ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയും ചില പ്രാർത്ഥനകൾ നടത്തുകയും അള്ളാഹുവിന്റെ റസൂലിനോട് അതിന് ആമീൻ പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. അവിടുന്ന് അത് വിശദീകരിച്ചു. ഒരു മനുഷ്യൻ തുലഞ്ഞു പോകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യവുമായി കൊണ്ട് കടന്നു വന്ന പ്രവാചകനാണ്. ആ പ്രവാചകന്റെ നാവിൽ നിന്ന് ഒരാളെ അവൻ നശിക്കട്ടെ, ശപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ അത്രമാത്രം ദുഷ്ടനായി ഉള്ള ഒരവസ്ഥയായിരിക്കും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നാണ് അതിന്റെ അർത്ഥം. അവിടുന്ന് പറഞ്ഞു, ഒരു മനുഷ്യൻ തുലഞ്ഞു പോകട്ടെ. എന്താണ് ആ മനുഷ്യന്റെ പ്രത്യേകത? ദഖല അലൈഹി റമളാൻ,
റമദാൻ മാസമായ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. പിന്നീട് ഫലം യുഗ്ഫർ ദംബുഹു, അയാളുടെ പാപം പൊറുക്കപ്പെടാൻ ആ റമദാൻ കാരണമായില്ല എങ്കിൽ, എന്ന് വെച്ചാൽ ആ മനുഷ്യന്റെ പാപം പൊറുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നോമ്പിനെ അഭിമുഖീകരിക്കാൻ അയാൾക്ക് സാധിച്ചില്ല എങ്കിൽ അവൻ ഭാഗ്യം കെട്ടവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായിട്ടുണ്ട്. ജിബ്രീലാണ് പ്രാർത്ഥിച്ചത്, അല്ലാഹുവിന്റെ റസൂൽ ആമീൻ പറയുകയാണ്. സഹോദരങ്ങളെ, വളരെ ഗൗരവമേറിയ വിഷയം തന്നെയാണ്. നമ്മുടെ റമദാനിന്റെ ദിനരാത്രങ്ങൾ അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാനും പരമാവധി സ്വാലിഹായ അമലുകളിൽ കർമ്മങ്ങളിലൂടെ മുന്നേറിക്കൊണ്ട് റബ്ബിന്റെ മഗ്ഫിറത്തും തൃപ്തിയും നേടുവാനുമുള്ള പരിശ്രമങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. അതുകൊണ്ട് തന്നെ വിലപിടിച്ച സമയങ്ങൾ നമ്മളിപ്പോൾ ഒരാഴ്ചയുള്ളോ അല്ലെങ്കിൽ ഒരു ഇനി ദിവസങ്ങളേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിലും നമുക്കറിയാം റമദാനിലേക്ക് പ്രവേശിക്കുമ്പോഴേക്ക് അത് നമ്മെ വിട്ടു പിരിഞ്ഞിട്ടുണ്ടാവും. അതിലുള്ള പുണ്യകരമായ ദിവസങ്ങളെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കുകയില്ല. ദാനധർമ്മങ്ങളുടെ വിഷയങ്ങളിൽ നമ്മൾ അശ്രദ്ധരായി പോകും. സോഷ്യൽ മീഡിയകളിലൊക്കെയുള്ള അനാവശ്യമായ സമയം കളയുന്നതിൽ നിന്ന് പരമാവധി നമ്മൾ വിട്ടുനിൽക്കുകയും ഇബാദത്തിന്റെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് ഉണർത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമുക്കറിയാം, നമ്മുടെ പള്ളി അൽഹംദുലില്ലാ അത് സുന്ദരമായി അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. പെയിന്റുകളൊക്കെ അടിച്ച് അതിനുവേണ്ടുന്ന എല്ലാവിധ ശുശ്രൂഷകളും ഒക്കെ ചെയ്തുകൊണ്ട് ഈ പരിശുദ്ധ റമദാൻ വരവേൽക്കുന്നതിന് വേണ്ടി നമ്മളിതാ തയ്യാറായി നിൽക്കുകയാണ്. നമുക്കറിയാം, അതിനുവേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികളായ ആളുകൾ തുച്ഛമായ സംഖ്യ മാത്രം കൈകളിൽ കൊണ്ടുള്ള അവസ്ഥയിൽ വട്ടപൂജ്യത്തിൽ നിന്ന് തുടങ്ങി അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഗങ്ങളിലൊക്കെ പെയിന്റ് അടിക്കാൻ നമുക്ക് സാധിച്ചു. അതിന് നിർലോഭം മനസ്സറിഞ്ഞുകൊണ്ട് ഇതിലേക്ക് സഹായിച്ച എല്ലാവിധ ആവശ്യങ്ങളും ഉണ്ടായിക്കൊണ്ട് തന്നെ നമ്മുടെ പള്ളിയല്ലേ, നമ്മുടെ നാട്ടിലെ ഒരു വിഷയമല്ലേ എന്ന് കണക്കാക്കിക്കൊണ്ട് ഇതിനു വേണ്ടി കണ്ടമാനം കണ്ട രൂപത്തിൽ തന്നെ അവനവനെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവെ, നിന്റെ തൃപ്തിയും നിന്റെ താല്പര്യവും നിന്റെ സ്വർഗവും ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹു അവർ ചെയ്ത സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും എല്ലാം സ്വീകരിക്കണമേ റഹ്മാനെ. അള്ളാഹു ഈ പള്ളിക്ക് വേണ്ടി കൂടുതൽ നന്മകൾ ചെയ്യുവാനും ഈ പള്ളിയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സുകൾ ഇതിലേക്ക് ചായ്ച്ചു തരുകണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ നോമ്പുകളും നമസ്കാരങ്ങളും സ്വാലിഹായ അമലായി നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് ദാനധർമ്മങ്ങൾ ചെയ്തവരുടെ ധർമ്മങ്ങൾ നീ സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, കൂടുതൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുവാനും അതുപോലെ തന്നെ രോഗങ്ങളും മറ്റുള്ള പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ ഞങ്ങൾക്ക് നീ ആശ്വാസവും സമാധാനവും നൽകി നിന്റെ ഹൈറും ബർക്കത്തും ഞങ്ങളുടെ ജീവിതത്തിലുടനീളം പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ കർമ്മങ്ങൾ മുഴുവനും നീ സ്വാലിഹായ അമലായി സ്വീകരിക്കണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബങ്ങൾ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു അവരുടെ ഖബറുകളെ സ്വർഗ്ഗത്തോപ്പുകളാക്കി മാറ്റണമേ റഹ്മാനെ. അള്ളാഹു അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا وأجر والدينا من النار. اللهم أجرنا وأجر والدينا من النار. اللهم أجرنا وأجر والدينا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين.